അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മദദ് ഖുർആൻ ക്ലാസ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമായിട്ട് സൂറത്ത് മറിയമിലോട് കൂടെ ഞങ്ങൾ വിവരിച്ചു വന്നുകൊണ്ടല്ലേ. ആ സൂറത്ത് മറിയമിലെ 49 ആയത്തും 50 ആയത്തായിട്ട് ഇന്ന് ഞങ്ങൾ വിവരിക്കാൻ പോകേണ്ടത്. മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ റായത്ത് ആളുമാർ, അതായത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇറാഖിലെ ബാബിലോൺസിന്റെ റായത്തിലായിട്ട് ജനിച്ചത്. അവിടെയുള്ള ധിക്കാരിയായ രാജാവ്, ആ രാജാവുടെ നുമ്രൂദ് ചൊല്ല ആ രാജാവ് അവിടെ ആയിട്ട് അവന്റെ പടച്ചവനോട്ട് പൂജിച്ചുകൊണ്ടുള്ള ആ റായത്തിലായിട്ട് വിഗ്രഹങ്ങൾക്കെല്ലാം ആരാധനയാക്കിക്കൊണ്ടുള്ള ആ റായത്തായിട്ട് മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ ദീനകബേനായി വിളിക്കുന്നു. അങ്ങനെ ദീനകബേനായി വിളിച്ച് പ്രബോധനം തുടങ്ങിയിട്ട് അവിടെ അങ്ങ് ഉൾക്കൊണ്ടില്ലാണ്ടാകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഫസ്റ്റിಗೆ പ്രബോധനാക്കിയത് തന്റെ ബലത്തിയെ ബാപ്പയുടെ സഹോദരൻ കായിട്ടിക്കുക. അതിൽ പിന്നെ ആയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചൊല്ലു, നന്റെ കർത്തവ്യം ഞാൻ നിറവേറ്റ്, ഞാനേതാ നിങ്ങൾ ചൊന്ന പോലെ കേൾക്കില്ല, ഞാൻ നിങ്ങളെ വിട്ടു പോണ്ടല്ലാണ്ട് വേറെ നിവൃത്തിയില്ല. മഹാനായി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ റായി വിട്ടുകൊണ്ടു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ റായി വിട്ടു പോയിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറാന് കായിട്ടിട്ടുപോലെ അറാന്റെ ഷാമുക്ക്, അവിടെ ഈജിപ്തില്, അവിടെ ജന്നാമത് ഫലസ്തീനില്, ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെല്ലല്ല ചുമ ഇജറ പോയിട്ട്. അപ്പൊ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു താല ഈ റായത്ത്, ജനിച്ച റായത്ത് കുടുംബത്തെയും ഇതിരെയും വിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോണ്ടു. പോയപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹു താല കൊടുത്തതായിട്ട് അള്ളാഹു താല ചൊല്ല്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ റായത്തെ വിട്ടു പോയപ്പോ ഫലമാഅതസലഹും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങനെ വിട്ടു പോയപ്പോ അള്ളാഹുടെയും അള്ളാഹുടെ വിട്ടിട്ട് അങ്ങ് പൂജിക്കടെ അങ്ങനെ ആ ഇതിരെല്ലാം വിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടെ പോയപ്പോ വഹബ്നാ ലഹു ഇസ്ഹാഖ വയഖൂബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതാ ഞങ്ങൾ ഓഷാറാമായി കൊടുത്ത ആരെ ഇസ്ഹാഖിനെയും യാക്കൂബിനെയും ഞങ്ങൾ കൊടുത്ത അലൈഹിമാസ്സലാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്ഹാഖ് നബിയെയും യാക്കൂബ് നബി അലൈഹിസ്സലാമിനെയും കൊടുത്തു. വകുല്ലൻ ജഅൽനാ നബിയ, ഇങ്ങനെ രണ്ടാലെയും അള്ളാഹു തആല ചൊല്ലാൻ ഞങ്ങൾ നബിയാക്കിയാണ്. അപ്പൊ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമും നബിയായത്, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെ മോൻ യാക്കൂബ് നബി അലൈഹിസ്സലാമും നബിയായത്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മോൻ യൂസുഫ് നബി അലൈഹിസ്സലാമും നബിയായിട്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലത്തിൽ പിന്നെ വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താനത്തിൽ പെട്ട ആളായിട്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ ഇസ്ഹാഖ് എന്ന മകനുണ്ടായതായിട്ട് ഈ ആയത്തും ചൊല്ലുന്നു. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മോനല്ലേ ഇസ്മായിൽ നബി. ഇസ്ഹാഖ് നബിയേക്കാൾ 14 വർഷം മുന്നലായിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ പേര്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 90 വർഷം 99 വർഷമാകുമ്പോയിട്ട് മഹാനായി ഇസ്മായിൽ നബി അലൈഹിസ്സലാം ജനിക്കേ. ഭാര്യക്കും വയസ്സായപ്പോയിട്ട് അള്ളാഹു തആല സന്താനങ്ങളെ കൊടുക്കലേ. അപ്പൊ ഈ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ആയിട്ട് ഫസ്റ്റ് പേര്. അപ്പൊ അത് സംഭവം ഖുർആനിൽ വേറെ പക്കത്തിലും ചൊന്നത്. ഇവിടെ ഇപ്പൊ ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാമിനും ചൊന്നത്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് 2 മക്ക മാത്രമല്ല, ഇപ്പൊ ഈ ചൊന്നതിൽ യാക്കൂബ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പുള്ളിയായിട്ട് ഇസ്ഹാഖ് നബിയുടെ മോന്റെ മോൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് ഹാജർ എന്ന ബീവിയിൽ നിന്നുണ്ടായ മോനായിട്ട് ഹാജർ റളിയല്ലാഹു അൻഹ, ആ പെഞ്ഞയിൽ നിന്ന് ഉണ്ടായതായിട്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമുടെയും മലകുടിക്കിടെ കിടാവായിട്ട് കൊമ്പമേ ഈ ഉമ്മയുടെയും മോന്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കത്തിൽ കൊടനാക്കിയിട്ടുണ്ട്. അങ്ങനെ രണ്ടാളും മക്കത്തിലെ പിന്നെ ബലിയേല്. ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാമുടെ സന്താന പരമ്പരയായിട്ട് അറബിങ്ങാൻ ചൊല്ലത്. പിന്നെ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമുടെ മോനായിട്ട് യാക്കൂബ് നബി, യാക്കൂബ് നബി അലൈഹിസ്സലാമുടെ മോനായിട്ട് യൂസുഫ് നബി. ഈ യാക്കൂബ് നബിക്കുള്ള പിന്നൂർ നബി പേരായിട്ട് ഇസ്രായേലും ചൊല്ലത്. അപ്പൊ ബനു ഇസ്രായേലും ചൊന്നെങ്കിൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയായിട്ട്. അപ്പൊ ഈ ബനു ഇസ്രായേലും ചൊല്ലതിൽ ഒരുപാട് നബിമാർ വന്നത്. അതിൽ പെട്ട നബി ആയിട്ട് ഈ ഒരു പാരമ്പര്യത്തിൽ, അതായത് യാക്കൂബ് നബിയുടെ മോൻ ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മോൻ യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മോൻ യൂസുഫ് നബി, ഈ ഒരു പാരമ്പര്യത്തിൽ പെട്ട ആളായിട്ട് ആറ് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം ഒക്കെ അങ്ങ് ഈ ബനു ഇസ്രായേൽ ചൊല്ലി ഈ കുടുംബത്തിൽ പെട്ട ആളായിട്ട് ഒരുപാട് നബിമാർ വന്ന ഒരു ഫാമിലി ആയിട്ട് ബനു ഇസ്രായേൽ ചൊല്ലത്. ഇനിയിപ്പോ ഇസ്രായേലും ചൊല്ലത് അത് തന്നെ ആയിട്ട് ആരെ
യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സന്താന പരമ്പര കയറ്റിക്കിട്ട് ഇസ്രായേലും ചൊല്ലേ. അപ്പൊ അള്ളാഹു താല ചൊല്ലേ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമുക്ക് ഞങ്ങൾ ഇസ്ഹാഖ് നബിനെയും യാക്കൂബ് നബിനെയും കൊടുത്ത അങ്ങനെയും ഞങ്ങൾ നബിയാക്കിയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഹയാത്ത് കാലത്തെ ഇസ്ഹാഖ് നബി നബിയാക്കിക്കിട്ട്, ഇസ്മായിൽ നബിയും നബിയായത്. എന്നിട്ട് അള്ളാഹു താല ചൊല്ലേ വവഹബനാ ലഹും മിൻ റഹ്മത്തിനാ, അങ്ങക്ക് ഞങ്ങളെ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾ അങ്ങക്ക് ഓശാറമായിട്ടും കൊടുത്താൻ. ഏത് ഈ മൂന്നാളുകൾ ഇബ്രാഹിം നബിക്ക്, ഇസ്ഹാഖ് നബിക്ക്, യാക്കൂബ് നബിക്ക് ഞങ്ങളെ റഹ്മത്തിൽ നിന്ന് ഞങ്ങൾ കൊടുത്ത. റഹ്മത്ത് എന്നെങ്കിൽ സ്വത്തും കൊടുത്ത, മക്കളെയും കൊടുത്ത. വജഅൽനാ ലഹും, പിന്നെ ഞങ്ങൾക്ക് ആക്കിയ ലിസാന സിദ്ഖിൻ അലിയ, മേലെയായ നല്ല, അതായത് എല്ലാവരും നല്ലത് ചൊല്ലേ. അങ്ങനത്തെ ഒരു പവർ അല്ലാഹു തആല അങ്ങ് കൊടുത്താണ്ട്. ആർക്ക്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അംഗീകരിക്കാത്ത ലോകത്ത് ആരുമില്ല. എല്ലാവരും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അംഗീകരിക്കുന്നതായിരിക്കുന്നത്. അത് ചൊന്നത്. അതുപോലെ ഇസ്ഹാഖ് നബിനെ അംഗീകരിക്കണേ, ഞങ്ങളെല്ലാ നബിമാരെയും അംഗീകരിക്കണം. അങ്ങനെയൊക്കെ പേര് കേൾക്കുമ്പോൾ അലൈഹി വസ്സലാം ചൊല്ലാം. അപ്പൊ എല്ലാ നബിമാരെയും ഞങ്ങൾ സ്വീകരിക്കുക, ആദരിക്കുക, ബഹുമാനിക്കുക. പക്ഷെ ഞങ്ങളെ ശരീഅത്ത് ഞങ്ങൾക്ക് ദീനും മുറുകെ പിടിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളെ നബി കൊണ്ടുവന്ന ശരീഅത്തായിട്ട് ഞങ്ങൾ മുറുകെ പിടിക്കുക. ദീനുൽ ഇസ്ലാം ഞങ്ങളതും വന്ന് ശരീഅത്ത് അള്ളാഹു തആല നിസ്കരിക്കോ നോമ്പ് പിടിക്കുക, ഈ മസലപരമായ കാര്യങ്ങളിൽ മാത്രമേ അമ്പിയാക്കന്മാരുടെ വ്യത്യാസമില്ല. അതായത് ഇസ്ലാം ഒന്നേ, ഇസ്ലാം രണ്ടില്ല. അള്ളാഹു തആല ഒരേ ഇസ്ലാം കൊടുത്തത്. ശരീഅത്തിലേതായ നിയമങ്ങളിൽ ചില വ്യത്യാസിക്കും. അപ്പോ ഞങ്ങൾ എല്ലാ നബിമാരെയും ഞങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം. എല്ലാ നബിമാരെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കണം. അങ്ങൊക്കെ നബിമാർ, അങ്ങൊക്കെ യഥാർത്ഥ ആൾമാർ, അള്ളാഹുടെ വക്കൽ നിന്ന് നുബുവത്ത് കിട്ടിയങ്ങ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രബോധനം ചെയ്തങ്ങ് നല്ല ആൾമാർ, സജ്ജനങ്ങൾ, സ്വാലിഹ്യങ്ങൾ, കളവ് ചൊല്ലാത്തങ്ങ്, ദോഷാക്കാത്തങ്ങ്, അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമകൾ, അള്ളാഹു അങ്ങനെ തെരഞ്ഞെടുത്തറ എന്നൊക്കെ അങ്ങനെ ആ എല്ലാ നബിമാരെയും ഞങ്ങൾ വിശ്വസിക്കണം. അപ്പൊ ഇബ്രാഹിം നബിനെയും ഇസ്മായിൽ നബിനെയും ഇസ്ഹാഖ് നബിയിലൊക്കെ യാക്കൂബ് നബിയിലൊക്കെ എല്ലാവരും സ്വീകരിക്കുന്നത്. എല്ലാവരും സ്വീകരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പൊ ഇന്ത്യയിലുള്ളത് നസാറാക്കളുള്ളത്. ലോകത്തെ ഏറ്റവും കൂടുതലുള്ള ടീമായിട്ട് നസാറാക്കൾ, ക്രിസ്ത്യാനികൾ. പക്ഷെ അങ്ങ് ആരെ സ്വീകരിക്കുന്നത്? ഇബ്രാഹിം നബിനെയും സ്വീകരിക്കുന്നത്, ഇസ്ഹാഖ് നബിനെയും സ്വീകരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങ് ആദരിക്കുന്നത്. അങ്ങനെയുള്ള അബ്രാഹിം പേരുണ്ട്, ഇസ്ഹാഖുണ്ട്, അങ്ങനെ പേരുണ്ട്. അതുപോലെ യാക്കൂബ് ഉണ്ട്. അതെല്ലാം ഇംഗ്ലീഷിൽ ചൊല്ലാൻ വളരെ വ്യത്യാസമുണ്ട് എന്നല്ലാണ്ട് അങ്ങനെയൊക്കെ ആ പേരുണ്ട്. അങ്ങ് ആദരിക്കുന്നത്, അങ്ങനെയൊക്കെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അങ്ങനെ ചൊല്ലത് ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീനിലുണ്ട്. അതേപോലെ ഇസ്രായേലും ചൊല്ലുന്ന ടീമുണ്ടല്ലേ ഉണ്ട് ഇപ്പൊ, ഇസ്രായേൽ ചൊല്ലത്. അത് ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ ഈ സന്താന പരമ്പരനെ അങ്ങും ചൊല്ലറ്. അങ്ങ് ഇബ്രാഹിം നബിനെ അങ്ങ് നല്ലോണം ആദരിക്കുന്നത്, ഇസ്ഹാഖ് നബിനെ സ്വീകരിക്കുന്നത്, ആദരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാം മക്ബറ, ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മക്ബറയും മറിയം ബീവിയുടെ മക്ബറൊക്കെ ഈ ജൂതന്മാരെ കയ്യിലായിക്കില്ലേ. അപ്പൊ ജൂതന്മാരും ചൊല്ലി, ഈ ഇസ്രായേലും ചൊല്ലത് യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ സന്താന പരമ്പര. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്നുള്ള ക്രിസ്ത്യാനികളും, അതുപോലെ ഏറ്റവും കൂടുതലുള്ള മുസ്ലിമീങ്ങളും, അതുപോലെ ഇസ്രായേലും ചൊല്ല ആളുമാറും എല്ലാവരും ഇബ്രാഹിം നബിനെയും ഇസ്മായിൽ നബിനെയും ഇസ്ഹാഖ് നബിനെയും ഒക്കെ സ്വീകരിക്കുന്നത്. അതായത് വജഅൽനാലഹും ലിസാന സിദ്ഖിൻ അലിയ, മേലെയായ ഉന്നതമുള്ളതായ സ്ഥാനം അങ്ങ് ലിസാന സിദ്ഖ് എല്ലാവരും അങ്ങനെ സംബന്ധിച്ച് നല്ലത് ചൊല്ലുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു പവർ ഞങ്ങൾക്ക് കൊടുത്ത എന്ന് അള്ളാഹു തആല ചൊല്ല. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുക്ക് നോക്കൊരു ഞങ്ങൾ നിസ്കാരത്തിൽ ചൊല്ല അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ. നീന് അള്ളാഹുടൊട്ടിങ്ങനെ ചൊല്ലേ, ഞങ്ങളെ നബിക്കും ഞങ്ങളെ നബിയുടെ കുടുംബത്തുക്കും നീ സലാത്ത് ചൊല്ലണം. ഏതുപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ, ഇബ്രാഹിം നബിക്കും ഇബ്രാഹിം നബിയുടെ കുടുംബത്തുക്കും നീ റഹ്മത്ത് ചെയ്തതുപോലെ. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബം ചൊല്ലത് ഒരുപാട് നബിമാർ വന്ന കുടുംബമായിട്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കാലത്തിൽ പിന്നെ വന്ന നബിമാരൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബം. അപ്പൊ ഞങ്ങളെ നബിയെ നോക്കാൻ കണ്ടെങ്കിലോ, ഞങ്ങളെ നബിയുടെ ബാപ്പടെ ബാപ്പായിട്ട് ഇങ്ങനെ പോയത് മഹാനായ ഇസ്മായിൽ നബി. ഇസാഖ് നബി ആജറ ബീവിൽ നിന്നുണ്ടായ ഒരു മോനായിട്ട് ഇസ്മായിൽ നബി. ആ ഇസ്മായിൽ നബിയുടെ മക്കളായിട്ട് ഞങ്ങളെ നബി ഉണ്ട്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രധാനപ്പെട്ട 2 മക്കൾ, ഒന്ന് ഇസ്മായിൽ നബി. ആ പാരമ്പര്യത്തിൽ ഞങ്ങളെ നബി മാത്രമല്ലേ. സാറാബീവിൽ നിന്നുണ്ടായ മോനായിട്ട് ഇസ്ഹാഖ് നബി, ഇസ്ഹാഖ് നബിയുടെ മോനായിട്ട് യാക്കൂബ് നബി, യാക്കൂബ് നബിയുടെ മോനായിട്ട് യൂസുഫ് നബി. അങ്ങനെ ആ ഒരു പാരമ്പര്യത്തിലും ഒരുപാട് നബിമാർ വന്നത്. അപ്പൊ ഈ ചൊന്ന മൂസാ നബി, ഈസാ നബി, സക്കരിയ നബി, യഹിയ നബി, ദാവൂദ് നബി അലൈഹിമുസ്സലാം, സുലൈമാൻ നബി, ഇതൊക്കെ ആ പാരമ്പര്യത്തിൽ വന്നങ്ങായിട്ടുണ്ട്.
അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ അള്ളാഹു വലിയ വറക്കത്ത് ചെയ്തരാ. ഞങ്ങളെ നബിയും ആ കുടുംബത്തിൽ പെട്ടാതെ തന്നെ ആയിട്ടിക്കണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിക്ക് ബറക്കത്താക്കിയതുപോലെ ഞങ്ങളെ നബിയുടെ കുടുംബത്തിക്കും നീ ബറക്കത്താക്കി എന്ന് ദ്വാരത്തില് ആ സലാത്ത് ഇബ്രാഹിമിയ നിസ്കാരത്തിൽ ഞങ്ങൾ അല്ല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്മരിക്കുക. അപ്പൊ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല എന്താക്കിയ ഇബ്രാഹിം നബിക്കും ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും ലോകത്തുള്ള എല്ലാ ആളുമാറും അങ്ങനെ നല്ലത് ചൊല്ലാക്കിയത്ത ഒരു സ്ഥാനത്ത് അള്ളാഹു താല എത്തുവാട്ടില്ല എന്നുള്ളത്. ഇതിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ എല്ലാവരും അംഗീകരിക്കുന്നത് എന്നായിട്ട് ചുരുക്കം. അംഗീകരിക്കണമെന്ന് വെച്ചെങ്കിൽ ആ ഇബ്രാഹിം നബിയുടെ യഥാർത്ഥ ദീനിൽ ഇന്റെ ആറുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ യഥാർത്ഥ ആ ദീൻ പിൻപറ്റിയങ്ങനെ അത് മാത്രമേ ഉള്ളൂ. മില്ലത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാം സമുദായത്തിൽ കൊണ്ടുവന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സുന്നത്ത് കർമ്മം ചെയ്യുക, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പഠിപ്പാട്ടിയതായിട്ടിട്ട് അങ്ങനെ ഇബ്രാഹിം നബിയെ ആ ഒരു ഇതിൽ കിട്ടിയ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളിതിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടി ഞങ്ങളെ നബിയും ആ ഫാമിലിയിൽ പെട്ടാൽ തന്നെ ആയിട്ടിക്കണേ. അപ്പൊ അതായിട്ടിക്കടി ആയത്തുള്ള ഇനി മൂസാ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമായിട്ടിക്കടി ഇതിൽ ചൊല്ലപ്പോണ്ട്. നമുക്ക് ഈ 2 ആയത്തൊന്നും അതിനാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. ഇതിൽ നോക്കൂ, ഇസ്ഹാഖ യാക്കൂബ ഇബ്രാഹിം നബിക്ക് കൊടുത്ത എന്നുള്ളത് ഇസ്ഹാഖ് നബിയുടെ യാക്കൂബ് നബിയുടെ. അത് ഒട്ടുകൊണ്ട് ഈ 2 ഇബ്രാഹിം നബിയുടെ മോനല്ല, ഇസ്ഹാഖ് നബിയുടെ മോനായിട്ട് യാക്കൂബ് നബി എന്നുള്ളത്. വകുല്ലൻ ജഅൽനാ നബിയ, അങ്ങനെല്ലാം ഞങ്ങൾ നബി ആയിട്ടില്ല എന്നുള്ളത്. ഇബ്രാഹിം നബിയുടെ അയാത്ത് കാലത്തെ ഇസ്മായിൽ നബി ഇസ്ഹാഖ് നബി ഒക്കെ നബി, ലൂത്ത് നബി ആയിട്ടില്ല. പിന്നെ വവഹബ്നാ ലഹു മിർ റഹ്മത്തിനാ വജഅൽനാ ലഹു ലിസാന സിദ്ഖിൻ അലിയ. അതാ ലിസാന സിദ്ഖിൻ അലിയ എന്നുണ്ടെങ്കിൽ എല്ലാ ദീനുടെ ആളുമാറും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ പുകഴ്ത്തി ചൊല്ലാറും. അങ്ങനെ ആരെ ഇസ്ഹാഖ് നബിയെ ഇബ്രാഹിം നബിയെ യാക്കൂബ് നബിയെ ഒക്കെ പുകഴ്ത്തി ചൊല്ലാറ്. ആ ഒരു സ്ഥാനം ഞങ്ങൾ വെച്ചു കൊടുത്താണ്. അള്ളാഹു സജ്ജനങ്ങളിൽ സ്വാലിഹ്യങ്ങളിൽ ഞങ്ങളെ പെടുത്തട്ടെ. അള്ളാഹു കാതുകൊടുത്ത് എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.